ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീട് കാണിച്ചു തരാം. ഇവിടെ രണ്ട് സൈഡിലായിട്ട് കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്. മോൻ്റെ ഊഞ്ഞാലാണ് ഇവിടെ തൂക്കിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. കുറച്ച് ചെടികളുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സോപാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ചെയർ ഇവിടെ ഇട്ടിട്ടുണ്ട്. കയറി വരുമ്പോൾ ചെറിയൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ദിവാൻ കോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിളായിട്ട് ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് മോൻ പഠിക്കുന്നത്. ഒരു ചെറിയൊരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ്. ഇവിടെയാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ TV സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കോമൺ ബാത്റൂമാണ് ഇത്. കോമൺ ബാത്റൂമൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ തന്നെയാണ് ഡൈനിങ് ഹാളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ഡൈനിങ് ഹാള്. ഡൈനിങ് ടേബിൾ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. ഫ്രിഡ്ജും ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇത് മോൻ്റെ ടോയ്സൊക്കെ വെച്ച് വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. ഇവിടെയാണ് വാഷ് ബേസിൻ വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലവർ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഹാളിൽ നിന്ന് നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂമേ ഉള്ളൂ. ഒരു അലമാര, തൊട്ടിൽ, കട്ടിൽ, ടേബിള് ഇതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. രണ്ട് ചെയർ വെച്ചിട്ടുള്ളത്. മോൻ മുകളിൽ കയറാതെ ഇരിക്കാനാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഇനി മുകളിലോട്ട് പോകാം. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്.
2 ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സോറി ഫ്രണ്ട്സ്, കിച്ചൺ കാണിച്ചു തരാൻ മറന്നുപോയി. ലിവിങ്ങിൽ നിന്ന് വലത് സൈഡിലായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കിച്ചനാണ് എൻ്റെ. ഇവിടെ ഒരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും വയ്ക്കാൻ. ഇവിടെ ഉള്ളിയും സവാളയൊക്കെ ഇടാനായിട്ട് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഒരു വേസ്റ്റ് കുട്ടയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിക്സിയും ഇൻഡക്ഷൻ അടുപ്പും എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുള്ളത്. ഇവിടെ പാത്രങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. ഇനി മുകളിലോട്ട് പോകാം. ഇതാണ് മുകളിലത്തെ ഹാള്. ഇവിടെ തേക്കാനായിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബീൻ ബാഗ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചെയറും മെഷീനും കൊടുത്തിട്ടുണ്ട്. ഇത് മോൻ്റെ സൈക്കിളാണ്. ഇവിടെ നിന്ന് നേരെ വെളിയിലോ പുറത്തോട്ടാണ് ഇറങ്ങുന്നത്. പുറത്ത് കുറച്ച് സ്ഥലം വെറുതെ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. ഈ ഹാളിൽ നിന്ന് നേരെ വലത് സൈഡിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് കട്ടിലുണ്ട്. ഒരു കട്ടിൽ വെറുതെ വെച്ച് വെക്കണമെന്നുള്ളതാണ്. ഇവിടെ ആരും ഉപയോഗിക്കാറില്ല ഈ റൂം. ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഇടത് സൈഡിലും ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. പക്ഷേ ഇവിടെ ആരും ഉപയോഗിക്കാറില്ല. കിടക്കാനൊന്നും വരാറില്ല. എല്ലാവരും താഴെയാണ് കിടക്കുന്നത്.
ഇവിടെയും കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിളും ചെയർ കൊടുത്തിട്ടുണ്ട്. കട്ടിലിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.